ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കാനും മറക്കണ്ട. ഇപ്പോഴും മക്കൾക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ. സ്കൂളിലത്തെ സിയുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. മുന്നേ മുതൽ കാണുന്നവർക്കറിയാം, നമ്മളുടെ ദമാമിലത്തെ ഇന്ത്യൻ എംബസി സ്കൂള് ഏകദേശം ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിടം മുതലേ ഓൺലൈനിലാണ് സിയുടെ ഇഷ്യൂ കാരണം. ഇപ്പോൾ അവിടെ പണി നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദാണ്ട രാവിലെ 7 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിന് മുന്നേ എഴുന്നേറ്റിട്ട് ഫസ്റ്റിൽ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് രാവിലെ കുടിക്കും. അതിനുശേഷം എന്തായാലും മക്കൾക്കൊരു ബ്രേക്ക് ടൈം ഉണ്ട്. ആ ടൈമിൽ അവർക്ക് ഫുഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചായക്ക് വെച്ചിട്ടുമുണ്ട്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ ഒരു കംപ്ലീറ്റ് റൊട്ടീനും ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇന്നേക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസമായപ്പോഴത്തേക്ക് 25 ഡേയ്സായി ഞാനൊരു വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പം കണ്ട ആ ഒരു സിനമൺ പൗഡർ ഇട്ടിട്ടുള്ള ഒരു ടീ, അതാണ് രാവിലെ ഞാൻ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കും, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഈ 25 ദിവസമായിട്ട് ഞാൻ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഉള്ള സിനമൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയുള്ള ഫ്ലേവറുകൾ അടങ്ങിയിട്ടുള്ള ടീ ഒക്കെ നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും കേട്ടോ, പൗഡറുകൾ. അത് വാങ്ങി വെച്ചിട്ട് യൂസ് ആക്കിയാൽ മതി. അപ്പോഴും ചായ ചില ദിവസങ്ങളിൽ ഞാൻ മധുരം ഇല്ലാത്ത ചായ കുടിക്കും. മധുരം പൂർണ്ണമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ഭക്ഷണ രീതികളും നമ്മളുടെ ശീലങ്ങളും ഒക്കെ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന, ചായ കുടിക്കുന്ന, പ്രാതൽ കഴിക്കുന്ന, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഓരോ ശീലങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മൾക്ക് കുറച്ച് ഏജ് ആവും തോറും നമ്മളുടെ ശരീരത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈലിന് മൊത്തത്തിലൊരു മാറ്റം ഞാൻ നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാ 25 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഒരു 4 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. എൻ്റേതായ രീതിയിലുള്ള ഒരു ഡയറ്റും വർക്കൗട്ടും അതേപോലെ ഞാൻ ഫുഡിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ സലാഡുകൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, മധുരം കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രം ഒരു ഇഡ്ഡലി, ദോശ എന്നൊക്കെയുള്ള കണക്കിലോട്ട് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോറ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ. ആ ഒരു സമയത്ത് ഓട്സ് ഉണ്ടല്ലോ, അതിൻ്റെ പുട്ട്, റാഗിയുടെ പുട്ട്, റാഗി ദോശ, അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 3 മന്ത് എങ്കിലും കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ മോർണിംഗും നൈറ്റും എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിൽ ഞാൻ സ്മൂത്തിയാണ് കേട്ടോ എടുക്കുന്നത്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലാവും. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അറിയാമല്ലോ. നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ തന്നെ എത്രത്തോളം നമ്മൾ ഫ്രീ ആവും എന്നുള്ളത്. 6:30 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ച് കഴിയും. മാക്സിമം 7 മണി വരെ പോകാതെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം
12 മണിക്കാണ് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്. അതിനിടയിൽ ഡീറ്റോക്സ് വാട്ടറുകൾ അല്ലെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ കഴിക്കാറുണ്ട്. മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് 12 മണിക്കാണ്. 16 മണിക്കൂർ ഫാസ്റ്റിംഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ മാറ്റം എൻ്റെ ശരീരത്തിനുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കും ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ താല്പര്യമുണ്ട്, ഇതൊരു വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് നിർത്തുന്നതല്ല, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫുഡിൻ്റെ രീതികളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു രീതി ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. പാലക്ക് പനീർ കറി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം, അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയായി കുറച്ച് കാപ്പി വേണമെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ കാപ്പി ഇടുക. പിന്നെ ദോശയുമാണ് ഇന്നത്തെ രാവിലത്തേത്. അപ്പം മക്കളുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ബ്രേക്ക് ടൈം ഉണ്ട്, ഒരു അരമണിക്കൂർ. ആ ഒരു ടൈമിൽ അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടു ഉണ്ടെങ്കിൽ കുട്ടു, ഇക്ക, അവരൊക്കെ അവരുടേതായ രീതികളിൽ കഴിച്ചിട്ട് പോകും. മക്കൾക്ക് ഞാനാണെങ്കിൽ സ്മൂത്തിയാണ് രാവിലെ ഇപ്പോൾ കൊടുക്കുന്നത്. അവർക്ക് ചായ, ഇളയ ആളിനാണെങ്കിൽ ചായ ഭയങ്കര നിർബന്ധം. പക്ഷേ ഞാൻ അവർക്കൊന്ന് ഇതിനോട് താല്പര്യം വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സിറപ്പൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒഴിച്ച്, ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. ഈ നട്ട്സുകളെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും, പക്ഷേ അതൊന്നും അത്രത്തോളം പോസിബിൾ അല്ല. കാരണം നമ്മൾ കൊറിയർ ചെയ്ത് നാട്ടിൽ കിട്ടി, പിന്നെ അതിവിടെ വരുത്തി ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് മോ സ്മൂത്തി? അടിപൊളിയാ. ഏകദേശം ഒരു 18 കൂട്ടം നട്ട്സുകളും സീഡുകളും, അതായത് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ആദ്യം കുറച്ചൊന്ന് പൊടിച്ചെടുത്ത് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. മക്കൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ നല്ല കൊഴുപ്പുള്ള പാലിനകത്ത് രാവിലെ ഒരു ആപ്പിളോ അല്ലെങ്കിൽ പഴമോ ഏത്തപ്പഴമോ എന്തെങ്കിലും ഇട്ട് അടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും മധുരം, ഇതിനകത്ത് ഞാൻ മധുരമൊന്നും ചേർക്കാറില്ല, നട്ട്സിൻ്റെയൊക്കെ മധുരം നമുക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഒരു മധുരം, പഞ്ചസാര ഒഴിവാക്കുക, അവർക്ക് എന്തെങ്കിലും സിറപ്പ് ഡേറ്റ്സിൻ്റെ അങ്ങനെയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മക്കൾക്ക് 2 നേരം ഇത് കുടിപ്പിക്കുകയാണെങ്കിലുണ്ടല്ലോ, എല്ലാ നട്ട്സിൻ്റെയും സീഡിൻ്റെയും എന്താ പറയുന്ന ഒരു ഗുണം അവരുടെ ശരീരത്തിൽ കിട്ടും. ഹേസൽനട്ട് എന്നൊക്കെ പറയുന്നത് അറിയാമല്ലോ, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഫ്ലാക്സ് സീഡുകൾ, എല്ലാ ടൈപ്പ് സീഡുകളും. ഇത് നമ്മൾ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യുന്നത് നാട്ടിൽ ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. 100% നമുക്കിത് വർക്കിംഗ് ആണ്. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഈ സീഡുകളും നട്ട്സുകളും തന്നെ വയറിന് നല്ല ഫില്ലിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ വെള്ളത്തിനകത്തിട്ട് സോക്ക് ചെയ്ത് എന്താ പറയുന്നത് പിറ്റേന്ന് നമ്മൾ അത് സ്മൂത്തിയാക്കി കുടിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പൗഡർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് കൊഴുപ്പ് കുറഞ്ഞ പാല് നമുക്ക് കിട്ടും മാർക്കറ്റിൽ, അത് വാങ്ങിയിട്ട് അത് ഒഴിച്ച് ഒരു ബനാനയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവക്കാഡോയുടെ പകുതിയോ ഒക്കെ ഇട്ട് സ്മൂത്തി ആക്കിയിട്ട് കുടിക്കാം. അതായത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒഴിവാക്കുക, ഈ സ്മൂത്തി കുടിക്കുക. ഇത് എന്താ പറയുന്നത് 100% വർക്കിംഗ് ആണ് കേട്ടോ, സത്യം. നമുക്ക് നല്ല, നമ്മുടെ മുഖമൊന്നും വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒട്ടത്തില്ലയോ, അങ്ങനൊരു സംഭവമേ നടക്കത്തില്ല. നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര മാറ്റം വരും. കാരണം എൻ്റെ മുഖത്താണെങ്കിൽ ശരിക്കും കുരുക്കളായിരുന്നു, കുരുവും പാടും ഭയങ്കര വൃത്തികേടായിരുന്നു. ആ വെയിറ്റ് വെച്ച സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്ത് എനിക്ക് ആകെ ടെൻഷനായിട്ട് നാട്ടിൽ പോയപ്പോഴും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, പക്ഷേ അത് വെയിറ്റ് കൂടുന്നതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഹോർമോൺ ചേഞ്ചസ് അതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ടോട്ടലി മാറ്റണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഒരു രീതിയിലോട്ട് മാറിയത്. പക്ഷേ ഞാൻ ഈ സ്മൂത്തി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷന് നമ്പർ കൊടുക്കാവേ. നിങ്ങൾക്ക്, ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ദമാമിലുള്ളവർക്കൊക്കെ കൊടുത്ത് അവരിപ്പോൾ എന്നോട് വീണ്ടും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ദമാമിലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മക്കൾക്കോ നമുക്ക് സ്വന്തമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇതിനകത്തൊരു നമ്പർ കൊടുക്കാം, വാട്സപ്പ് നമ്പർ, അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാലും മതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡർ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം കേട്ടോ. എനിക്കാണെങ്കിൽ പൊതുവേ ഈ വാൽനട്ടിൻ്റെ ഒന്ന് ടേസ്റ്റ് എനിക്ക് മക്കൾക്കൊന്നും ഇഷ്ടമേ അല്ല. ഞാനിവിടെ കിടന്ന് വഴക്കിടും ജ്യൂസിനകത്തൊക്കെ ഇടുമ്പോൾ. പക്ഷെ നമ്മളിതൊരു പൗഡർ ഫോമിലാക്കിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് ഏലക്കൊക്കെ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്താലേ അതിൻ്റെ ബെനിഫിറ്റ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സ്മൂത്തീസൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ സ്മൂത്തിയൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വന്നിട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോഴും നമ്മൾ ഉച്ചക്കത്തേക്ക് മട്ടൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. മട്ടൻ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഒരു പാത്രം വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ബിരിയാണിക്ക് അധികം സവാള ചേർക്കാറില്ല. അങ്ങനെ സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഡയറ്റ് ചെയ്യുമ്പോൾ ചില തീരുമാനങ്ങൾ ആദ്യമേ എടുത്തിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്യും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു തീരുമാനം. 2, ഫുഡിനകത്ത് അത്യാവശ്യം നല്ല കൺട്രോൾ വേണം. അല്ലാതെ നമ്മൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നടക്കുക, അത് നിർബന്ധമാണ്. ശരീരം ഫ്ലെക്സിബിൾ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും. അതുപോലെ തന്നെ മധുരം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഇനി എന്ത് ഡയറ്റ് ചെയ്തിട്ടും എന്ത് വർക്കൗട്ട് ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിന് അതിനുള്ള ഫലം കിട്ടത്തുള്ളൂ. മധുരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരു 30 ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ മാറ്റം, നമ്മുടെ സ്കിന്നൊക്കെ നല്ല വൃത്തിയാകും. അപ്പം നമ്മുടെ ശരീരത്തോട്ട് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഫലം നമുക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞ് എന്താ പറയുന്നത്, ഉള്ളി വാടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാലും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്നൊരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും സാധാരണ യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ നമ്മൾ മട്ടൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ ഞാൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ദം ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരുപാട് തവണ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതിരുന്നത്. മട്ടൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ വറ്റി ആ ഒരു പരുവത്തിൽ നിങ്ങൾ ദം ചെയ്യാനായിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെത്. അതുപോലെ തന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഒരുപാട് തവണ നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. നല്ല വേർപെട്ട് കിടക്കുമല്ലോ, ആ രീതിയിലാണ് നമ്മളിന്ന് ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി ദം ചെയ്യാം. ഉരുളിക്കകത്താണ് കേട്ടോ, ഉരുളിക്കകത്ത് വാഴയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഏകദേശം ദം ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കും എന്താ പറയുന്നത്, നല്ല മണവും നല്ല ഒരു ഫ്ലേവറാണ്. എപ്പോഴും വാഴയിലയുടെ കാര്യമൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നോർമലായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക്. നമ്മൾ ജസ്റ്റ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോഴാണ് ഉമ്മയുടെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുന്നത്, ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം അത്രയും നല്ല സന്തോഷത്തോടെ യാത്ര ആക്കിയതായിരുന്നു ഞങ്ങളെ ഉമ്മ. പക്ഷെ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ മരിക്കുന്ന ആ ഒരു ദിവസം ഉമ്മയുടെ സ്ഥിതി ഒന്ന് വഷളായി. എങ്കിലും നമ്മൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നിടം വരെ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. കേട്ട പാതി കേൾക്കാത്ത പാതി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാണ് ഇവിടുന്ന് നാട്ടിലോട്ട് ഓടിയത്. കാരണം വൈകുന്നേരത്ത് മരിച്ചു, പിറ്റേ ദിവസം രാവിലെ അടക്കണം. അപ്പോൾ ഞങ്ങളുമായിട്ട് പോകാനായിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ആൾക്കാരില്ലേ, അപ്പം ഒരു കാര്യം കറക്റ്റായിട്ട് നടക്കത്തില്ല. പിന്നെ ഇക്കായ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയ അവസ്ഥയെന്നൊക്കെ പറയുന്നത് അത് ഉമ്മായും മക്കളും തമ്മിൽ അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു അടുപ്പമുണ്ട് ഇക്കായും ഉമ്മായും തമ്മിൽ. അവർ തമ്മിൽ അങ്ങനെയാണ്.
ഫോൺ ചെയ്യുന്നതാണെങ്കിലും ചെല്ലുമ്പോഴാണെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴുമ്മ ഞങ്ങൾക്ക് അങ്ങനെയാണ്. എന്താ പറയുന്നത്, ഓരോ മരണങ്ങളും നമുക്ക് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ഇല്ലേ. ഓരോരുത്തരും അതുപോലെ നമ്മുടെ ലൈഫിൽ അത്രത്തോളം എന്താ പറയുന്ന അത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ. ഇക്ക 11 ദിവസം അവിടെ നിന്ന് 11ൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നെങ്കിലും ഇപ്പോഴും ഒരു നോർമലായിട്ടില്ല. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ എപ്പോഴും ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രി കിടക്കാൻ നേരത്തും ആണെങ്കിലും പുള്ളി അതിൽ നിന്ന് ഒട്ടും നോർമലായിട്ടില്ല. ഞങ്ങൾ മാക്സിമം ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഖബർ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളിനി പ്രാർത്ഥിക്കുക. അതേ ഇനി ഈ ജീവിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ ചെയ്തതും എടുത്തതും നമ്മളിനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും എടുത്തെന്ന് പറഞ്ഞാലും മാതാപിതാക്കളുടെ പൊരുത്തമാണ് ഏറ്റവും നല്ലത്. അത് ഇക്കായെ സംബന്ധിച്ച് രണ്ടുപേരുടെയും പൊരുത്തം ഇക്കായ്ക്കുണ്ടെന്ന് നമുക്കറിയാം. കാരണം അതുപോലെയാണ് ഇക്ക ഉമ്മായും വാപ്പായും നോക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ അതിന് അവരും ഭാഗ്യം ചെയ്തിട്ടുണ്ട്, ഇക്കായ്ക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. എന്തായാലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് എന്നോട് പറഞ്ഞ് ദുആ ചെയ്യുന്ന അവർ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പിന്നെയും വിചാരിച്ച് വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും ഒരു മനസ്സില്ലായിരുന്നു. ഓരോരോ ചിന്തകൾ മനസ്സിലോട്ട് കയറി വരിക. നാട്ടിൽ പോയതും എൻ്റെ മിട്ടു ഇമ്മു ആണെങ്കിൽ ശരിക്കും അവരുടെ ആ ഒരു സങ്കടം നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം അവരെപ്പോഴും ഉമ്മായുടെ അടുത്ത് ചെന്ന് തലയും തടവി കാലും തടവി ഓരോ തവണ നമ്മൾ നാട്ടിൽ വെക്കേഷന് വരുമ്പോഴും നിങ്ങൾക്കറിയാവുന്ന എൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കയറുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഉമ്മാടെ അടുത്ത് പോകും. അതുപോലെ ഇത്തവണ യാത്ര പറഞ്ഞ് വന്ന സമയത്തും ഉമ്മായ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. പോവാന്നോ എൻ്റെ കൈക്കൊക്കെ കുറേ സമയം പിടിച്ചിട്ട് ഉമ്മ ചോദിച്ചെന്നോട് മോള് പോവാന്നോ എന്നുള്ളത്, നിങ്ങൾ പോവാന്നോ എന്നുള്ള ആ ഒരു ഇത്. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ. പടച്ചവനെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായിട്ടും ഏറ്റവും അഹങ്കാരത്തോടും ജീവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുള്ള കാലമാണ്. അവർ നഷ്ടപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിൻ്റെ അഹങ്കാരം കാണിക്കാനല്ലേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയ്ക്കങ്ങ് പറയാൻ സ്വന്തം ഉമ്മ ഒന്നും അല്ലല്ലോ, അമ്മാവിയമ്മയല്ലേ. ചില ആൾക്കാർക്ക് അങ്ങനൊരു ചിന്തയുണ്ട്. അത് എനിക്ക് തോന്നുന്നു 80% അമ്മായിയമ്മമാർ തന്നെയാണ് ആ ഒരു സ്ഥാനം, ഉമ്മയുടെ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കാത്തത് അമ്മായിയമ്മമാരാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ, മരുമക്കളിനി എത്രയൊക്കെ ഭർത്താവിൻ്റെ ഉമ്മയെ സ്നേഹിക്കാൻ പോയാലും 100 കുറ്റം കാണും. ഈ വന്ന കാലത്ത് നമ്മൾ ഒരുപാട്, എനിക്കൊന്ന് അതിലൊരു 10% മാത്രമേ കാണത്തുള്ളൂ സ്വന്തം ഉമ്മയെപ്പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയും എന്ന് ഉള്ളത്. എന്നെ സംബന്ധിച്ചൊക്കെ ഞാനൊക്കെ അങ്ങനെ തന്നെ. പിന്നെ എനിക്കൊന്ന് എൻ്റെ ജ്യേഷ്ഠത്തിമാരും അതായത് ഇക്കാടെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരും അങ്ങനെ തന്നെ. ഉമ്മയെ വേറൊരു രീതിയിലൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളെ വഴക്ക് പറയാറുണ്ട്, ഞങ്ങളെ എല്ലാ കാര്യത്തിനും ശാസിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് താമസിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിച്ചിട്ട് പോലും അതിനുമ്മ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചിന്ത വരുന്നിടത്ത് നമുക്ക് പ്രശ്നങ്ങളില്ലാതാവും. അതുപോലെ ഈ ആമക്കൾ ഇത്രയും വലുതായിട്ടും ഉമ്മ ആമക്കളെയും ശാസിക്കുമായിരുന്നു, അവരെയും വരയെ നിർത്തുമായിരുന്നു. കാരണം അതൊക്കെയെന്ന് പറയുന്നത് അത്രയും ഉമ്മായ്ക്ക് അത്രയും പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബം ചിന്ന ഭിന്നമാവാതെ നല്ല രീതിയിൽ ഒരുമയോട് പോയി എന്ന് വേണമെങ്കിൽ പറയാം, ഉമ്മായെ പേടിച്ചിട്ടാണെങ്കിൽ പോലും. ഇന്നിപ്പം എല്ലായിടത്തും നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം ഉമ്മയെപ്പോലെ ഭർത്താവിൻ്റെ ഉമ്മയെ കാണാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അവരുടെ ഭാഗവും കൂടെ അവർ ക്ലിയർ ആക്കണം. എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മകളെ പോലെയാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും അല്ലേ. എനിക്കിപ്പം എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ് ഇക്കാടെ ഉമ്മായും. അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരികയോ ഇത്രയും പറയാൻ എന്താ അമ്മായി അമ്മയല്ലയോ എന്നുള്ളത്. നമുക്ക് ടാറ്റതാ, ഒന്ന് ടാറ്റ എന്നിട്ട് പോ. തുറക്ക്.
മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെബുവും വസിയും റഹിയാനത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമാണെങ്കിൽ അത്യാവശ്യം നല്ല കുരുത്തക്കേടാണ്. അപ്പോഴേ അവരൊക്കെ ആയിട്ട് കുറേ സമയമൊക്കെ ഇരുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് എന്താ പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ എന്തായാലും ഫുഡ് നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ് അവർ പിരിഞ്ഞേക്കുന്നത്. നമ്മളങ്ങനെ പുറത്തോട്ടൊക്കെ പോയിട്ട് കുറേ ആവുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനും നമുക്കൊരു മൂഡില്ല. നമുക്ക് ആ ഒരു നഷ്ടത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തു വരാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ദാണ്ടെ നമ്മൾ റെഡി ആയിട്ട് ദമാമിലോട്ട് പോവുക ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാത്രിയിലത്തെ ഒരു കാര്യങ്ങളും വീട്ടിലിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചാലോ രാത്രിയിൽ എൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോഴോ ഇക്കായ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ ഒന്നും ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ഫുഡ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് എനിക്ക് പുറത്ത് രാത്രി പോയി ഫുഡ് കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. പിന്നെ മക്കൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കും. അങ്ങനെയാണ് ശരവണഭവൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഷിറാമാളിലെ ലുലുവിൽ അവിടെ താഴെ ഓപ്പൺ ആയെന്ന് അറിഞ്ഞത്. അപ്പം എന്തായാലും ജസ്റ്റ് വെജിറ്റേറിയനിൽ പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഈ 25 ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു രാത്രിയിൽ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്നത്. ഞാൻ ആ ഒരു എന്താ പറയുന്നത്, മഷ്റൂം ദോശയായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയത്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫുഡ് ഐറ്റങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ സർവീസൊക്കെ കുറച്ചൊന്ന് ഭയങ്കര ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചൊരു ലാഗ് വന്നതേ ഉള്ളൂ. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ മസാലാസ് വെച്ചിട്ടുള്ള ദോശകളുണ്ടായിരുന്നു. അതുപോലെ 3 ചട്നിയും അടിപൊളിയായിരുന്നു. പിന്നെന്താ, കോഫി അറിയാമല്ലോ, കുറേ അധികം പാവ് ഭാജി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കടായി പനീറൊക്കെ അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് ഈ ഡയറ്റ് ചെയ്തപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചീരയുടെ സംഭവങ്ങളുണ്ടല്ലോ, പാലക്ക് പോലുള്ള അത്, അതേപോലെ പനീർ, അതൊക്കെ ഞാൻ എൻ്റെ ഫുഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്ത് പോയി മക്കൾ കുറേ സമയമൊക്കെ ഒന്ന് കളിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. നല്ല ഫില്ലാവുന്ന ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല നല്ല റെസിപ്പീസുണ്ട്, സലാഡുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.